ഈ കടലിന്റെ അടിത്തട്ടിൽ അത്ഭുത കാഴ്ചകൾ, കടലിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ. കടലൊരു വലിയ എന്താണ് പറയുക, അത്ഭുതങ്ങളുടെ ഒരു വലിയ കലവറയാണ്. നമ്മൾ ഒരുപാട് പേർക്കൊന്നും എന്താണ് പറയുക, അതിന്റെ മാക്സിമം ഒരു 50% പോലും ഇതുവരെ എന്താണ് പറയുക എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല മനുഷ്യർക്ക് എന്നാണ് പറയുന്നത്. കടലിനടിയിലെ കൗതുകങ്ങളെ കരയിൽ ഒരുക്കിയാലോ, അതെങ്ങനെ ഉണ്ടാവും? തൃശ്ശൂർ ചാവക്കാടുള്ള മറൈൻ വേൾഡാണ് അത്തരമൊരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയത്തിന്റെ വിശേഷങ്ങളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ലക്ഷക്കണക്കിന് മത്സ്യങ്ങളെയും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം. ചാവക്കാടൊന്നും ഗ്രീഷ്മ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കടൽ വലിയൊരു അത്ഭുതമാണ്. വെറുതെ തിര നോക്കിയിരിക്കുമ്പോൾ പോലും കടലിനുള്ളിലെ ആ കൗതുക കാഴ്ചകളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത്തരത്തിൽ കടലിലെ നിരവധി കൗതുകങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്, റൈഡിംഗ് റിപ്പോർട്ടറിലൂടെ. കടലിന്റെ അടിത്തട്ടിലെ വിസ്മയ കാഴ്ചകൾക്കായി ഒരിടം. പച്ചയും നീലയും പിങ്കും നിറങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണ മത്സ്യങ്ങൾ. വലുപ്പം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള അരാപ്പൈമ. 50 വർഷം വരെ ജീവിക്കുന്ന പ്ലാറ്റിനം ഗാർ. തൂവെള്ള നിറത്തിൽ നീന്തി തുടിക്കുന്ന സിൽവർ അരോണ. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള സ്റ്റോൺ ഫിഷ്. അങ്ങനെ 3 ലക്ഷത്തിലധികം മീനുകൾ. ഇവിടെ ഒരുക്കിയിരിക്കുന്ന അക്വേറിയങ്ങൾക്കുമുണ്ട് പ്രത്യേകതകൾ. കാറും പെട്ടി ഓട്ടോറിക്ഷയുമെല്ലാം മീനുകൾക്ക് വീടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിലിണ്ടർ അക്വേറിയവും ഇവിടെ കാണാം. ടണൽ അക്വേറിയത്തിൽ കാണികൾക്ക് കൗതുകമായി അരാപ്പൈമ മീനുകൾക്കൊപ്പം നീന്തിക്കളിക്കുന്ന അക്വാ മനുഷ്യൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ടണൽ അക്വേറിയത്തിലാണ്. ഇവിടെ വലിയ വലിയ മീനുകളൊക്കെ നമ്മുടെ തലയ്ക്ക് മേളിലൂടെ പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടെ 140-ൽ പരം അക്വേറിയങ്ങളിലായിട്ട് 1 ലക്ഷത്തിലധികം മീനുകളാണ് വിവിധ രൂപത്തിലുള്ള അക്വേറിയങ്ങളിൽ ഇവിടെ ഉള്ളത്. നാൽപ്പത്തിയഞ്ച് പ്രവാസികളുടെ കൂട്ടായ്മയാണ് ഈ മനോഹര കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. 45 പ്രവാസികൾ കൂടിയിട്ടുള്ള പ്രൊജക്റ്റാണ്. UK, ഖത്തർ, ബഹ്റൈൻ, UAE, സൗദി, ഒമാൻ, അങ്ങനെയുള്ള എല്ലാം പ്രവാസികൾ തന്നെയാണ്. അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചുള്ള പ്രൊജക്റ്റാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അക്വേറിയമാണിത്, പബ്ലിക് അക്വേറിയമാണിത്. അതുതന്നെ ഇതിൽ പല ടണലുണ്ട്, ഗ്ലാസ് ടണൽ. അതുപോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിലിണ്ടർ ഗ്ലാസ് ബ്രിഡ്ജ്. ഓരോ മീനിനും ഇണങ്ങുന്ന ആവാസ വ്യവസ്ഥ അക്വേറിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അധികം വെളിച്ചം കടത്തിവിടാതെ മീനുകൾക്കിണങ്ങും വിധമാണ് സജ്ജീകരണങ്ങൾ. ആഹാരം നൽകുന്നതിനുമുണ്ട് പ്രത്യേക ക്രമീകരണങ്ങൾ. നമ്മൾ ഫിഷിന് ഡെയിലി 2 നേരം വെച്ചിട്ടാണ് ഫീഡ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഫിഷിന് നോക്കാൻ ക്യൂറേറ്റർമാർ, അക്വാറിസ്റ്റുകൾ, അസിസ്റ്റൻ്റ് അക്വാറിസ്റ്റുകൾ 24 hours നമ്മളെ ഒരു മേൽനോട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഫിഷുകളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കാര്യങ്ങളായിട്ടൊക്കെ ഉള്ളത്. വിനോദസഞ്ചാരികൾക്ക് മികച്ച അനുഭവം നൽകുന്നതാണ് ഇവിടുത്തെ ഫിഷ് സ്പാ. മുതിർന്നവർ മുതൽ കൊച്ചുകുട്ടികൾ വരെയുണ്ട് കൂട്ടത്തിൽ. മീനുകളുടെ മസാജ് ആസ്വദിക്കുന്നവരും ചെറിയ പേടിയോടെ മാറി നിൽക്കുന്നവരുമുണ്ട്.
ആ അടിപൊളിയാ. മത്സ്യങ്ങൾ മാത്രമല്ല, പല നിറങ്ങളിൽ പാറിപ്പറക്കുന്ന പക്ഷികളും മൃഗങ്ങളും സാഹസിക വിനോദങ്ങളുമൊക്കെയുണ്ട് ഇവിടെ. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മനസ്സിൽ നിറയെ കടലാണ്. മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയാണിവിടെ. ഒരു സ്വപ്നം പോലെ കടലിന്റെ അടിത്തട്ടിലുള്ള അത്ഭുതങ്ങളെല്ലാം നമുക്ക് ചുറ്റും വന്ന് നിറയും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം ഗ്രീഷ്മ രാജ്, 24.